വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ളോഗ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ ഞങ്ങളുടെ മുറ്റത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ വെച്ച് ഇന്നത്തെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ വീഡിയോ ഒരു യാത്രാ വിവരണമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മധുരയിൽ ഞങ്ങൾ പോയപ്പോൾ ആ ട്രാവലിംഗ് വിശേഷങ്ങൾ എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റ്ലി വീഡിയോ അല്ല, ഞാൻ പോയ ആ സമയത്ത് ഞങ്ങൾക്കുണ്ടായ ഒരു എക്സ്പീരിയൻസസ്, ആ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു പിന്നെ പോയത് ഞങ്ങൾ കോയമ്പത്തൂരാണ്. അപ്പോൾ ഒരു ചെറിയൊരു വ്ളോഗായിട്ട് ആ യാത്രാ വിവരണം ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് അതാണ് നമ്മുടെ വീഡിയോ, ഞങ്ങളുടെ ഒരു കോയമ്പത്തൂർ ട്രിപ്പിൻ്റെ യാത്രാ വിവരണം. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് കടന്നാലോ? എല്ലാവരും വരിക. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ താമസിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പോൾ നമുക്ക് തൃശ്ശൂരിൽ നിന്നാണ് നേരെ കോയമ്പത്തൂർക്കുള്ള ട്രെയിൻ. അപ്പം ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ അറിയാമല്ലോ, ഇപ്പോൾ ചെറുതാണെങ്കിലും ചെറിയ ട്രിപ്പാണെങ്കിലും വലിയ ട്രിപ്പാണെങ്കിലും അതിനു മുമ്പ് ഭയങ്കര പ്രിപ്പറേഷൻസ് ആയിരിക്കും, ഇല്ലേ? നമുക്ക് എല്ലാവർക്കും ഒരു ട്രിപ്പിന് പോകാമെന്ന് പറയുമ്പോൾ ഒരു 2 ദിവസം മുമ്പ് തൊട്ടേ മനസ്സിൽ ഭയങ്കര സന്തോഷമായിരിക്കും, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഞങ്ങളും ഇതുപോലെ എല്ലാം എടുത്ത് വെച്ച് അതിൽ കൊണ്ടുപോകേണ്ട ഡ്രസ്സസ്, അതുപോലെ നമ്മുടെ വേറെ ഈ പറഞ്ഞ നമുക്ക് അതിൽ കരുതേണ്ട കുറച്ച് ടാബ്ലറ്റ്സ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഞങ്ങളും എടുത്ത് 2 ദിവസം മുമ്പേ എല്ലാം പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് എല്ലാം വെച്ചു. അതിനുശേഷം തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പിറ്റേ ദിവസം എല്ലാം ലഗേജൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയി അവിടെ നിന്ന് നേരെ കോയമ്പത്തൂർക്ക്. അപ്പോൾ ഓൺ ദ വേയിലാണെങ്കിൽ നല്ല ഭംഗിയുള്ള സീനറീസ് ആട്ടോ. തൃശ്ശൂരിൽ അറിയാലോ, നല്ല പാടശേഖരം. അതുപോലെ പാലക്കാടേക്ക് പോകുമ്പോൾ അതിലും ഒരുപാട് ഏരിയയാണ്, പാടവും എല്ലാം ഉള്ളത് കണ്ട് നമ്മൾ വാളയാർ ഭാഗത്തേക്ക് എത്തി. ഇത് വാളയാർ ചെക്ക് പോസ്റ്റാണ് കോയമ്പത്തൂരിൻ്റെ നമ്മൾ ബോർഡറിലുള്ളത്. അപ്പോൾ അവിടെ എത്തിക്കഴിയുമ്പോൾ പിന്നെ ഈ പാടം, അതുപോലെ വീടുകൾ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇത് കുറച്ച് കാട് പ്രദേശമാണ്. ഭയങ്കര തിക്കായിട്ടുള്ള കാടെന്നല്ല, എന്നാലും ഒരു കാടും പ്രദേശമാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ. അപ്പോൾ കുറേ സമയം നിൽക്കുന്നുണ്ട്. ആ ഒരു വാളയാറിൻ്റെ ഒരു ഫോറസ്റ്റ് ഏരിയ പോലെയാണ് ചെറിയ രീതിയിൽ. അത് കുറേ ടൈം നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു കോയമ്പത്തൂർക്കൊക്കെ പോകുമ്പോൾ ഒരു നിയർലി 40-45 മിനിറ്റ്സോളം ഈ ഒരു കാടിൻ്റെ ഒരു പ്രകൃതി ഭംഗിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പുറവും ഇപ്പുറം ട്രെയിനിൻ്റെ 2 സൈഡ് നമ്മൾ നോക്കിയാലും ഇതേ ഒരു രീതി തന്നെയാണ്. ഒരു 45 മിനിറ്റ്സ് പാലക്കാട് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു 45 മിനിറ്റ്സ് ഈ ഒരു രീതിയാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തമിഴ്നാട് ഭാഗത്തേക്ക് നമ്മൾ കയറുന്നത്. അപ്പം പിന്നെ അങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വീടുകൾ, ആ ആംബിയൻസേ മാറി. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ ഈ ഒരു കാഴ്ച മിസ് ചെയ്യേണ്ട. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തമിഴ്നാട് ഭാഗത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ വീടുകളും സാധാ നമ്മുടെ ഒരു ഭൂപ്രകൃതി അതുപോലെ തന്നെയാണ് പിന്നെ കാണുന്നത്. അധികം നമുക്ക് ദൂരം ഇല്ല കേട്ടോ. ഇപ്പോൾ ഞാൻ തൃശ്ശൂരിൽ നിന്ന് പോയപ്പോൾ എനിക്ക് തോന്നുന്നു നിയർലി 2.5 മണിക്കൂർ അത്രേ ഉള്ളൂ കോയമ്പത്തൂർക്ക്. അടുത്ത് തന്നെയാണല്ലോ, നമ്മുടെ ബോർഡർ കവർ ചെയ്യുന്നൊരു തമിഴ്നാടിൻ്റെ ഒരു സ്ഥലം കൂടിയാണല്ലോ കോയമ്പത്തൂർ. അത് കഴിഞ്ഞ് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ ഞാൻ കോയമ്പത്തൂർ കണ്ടേക്കുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പം തമിഴ്നാടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്, അതേപോലെ കേരളത്തിൻ്റെയും പല ഭാഗങ്ങളിലും യാത്ര ചെയ്തിട്ടുണ്ട്. നമ്മൾ അതുവരെ എത്തിയിട്ടുള്ളൂ, പിന്നെ അങ്ങോട്ടൊന്നും പോയിട്ടില്ല. ഇനി അങ്ങോട്ടേക്ക് ട്രാവലിംഗ് എന്താണെങ്കിലും പോകണം. അത് എൻ്റെ ഒരു വലിയ ആഗ്രഹവും കൂടിയാണ്. അപ്പോൾ കോയമ്പത്തൂർ പോയപ്പോൾ ഞാൻ കണ്ടൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എല്ലാവർക്കും അറിയാമായിരിക്കും ബങ്കി സർവീസ്. അത് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ കണ്ടായിരുന്നു. ഞാനിപ്പോൾ പല സ്ഥലത്തും പോയിട്ടും ഞാൻ ഇതുവരെ അങ്ങനെ ഒരു ഫെസിലിറ്റി കണ്ടിട്ടില്ല. ബങ്കി സർവീസ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു വണ്ടി പോലെയാണ്, ഒരാൾ ഡ്രൈവ് ചെയ്യുന്നുണ്ടാവും. അതിൽ ഡ്രൈവറിൻ്റെ അടുത്തൊരു സീറ്റ് ഉണ്ടാവും, അത് കഴിഞ്ഞ് ബാക്കിലൊരു 3 സീറ്റ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കിലൊരു 3 സീറ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിൽ പോയ എന്താ ഗുണം എന്ന് വെച്ചാൽ, നമുക്കിങ്ങനെ ഒരുപാട് നടക്കണ്ട. ഇപ്പോൾ ലഗേജും കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഇതെല്ലാം പിടിച്ച് നടക്കണ്ട. ഈ വണ്ടി ഉണ്ടെങ്കിൽ നമുക്കിതിൽ ഇരിക്കുകയും ചെയ്യാം, നമ്മുടെ ലഗേജ് നമുക്ക് ബാക്കിൽ വെക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഞാൻ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എപ്പോഴെങ്കിലും ആ വഴി ആരെങ്കിലും ട്രാവൽ ചെയ്യുവാണെങ്കിൽ ഒരുപാട് നടക്കാനുണ്ട് എന്ന് തോന്നിയാൽ ഈ ബങ്കി സർവീസിൻ്റെ നമ്പർ അവിടെ ഉണ്ട്. അപ്പോൾ അതെല്ലാം റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തെല്ലാം അത് അങ്ങനെ ഒരു ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്പർ. അപ്പോൾ അതിനെ വിളിച്ച് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ്സിനുള്ളിൽ ആ വണ്ടി വരും. നമുക്ക് അവിടെ എത്തുമ്പോൾ തന്നെ കാണാം പല ആളുകളും, കുറച്ച് പ്രായമുള്ളവരാണെങ്കിലും കുറേ ലഗേജൊക്കെ കയ്യിലുള്ളവരൊക്കെ ആണെങ്കിൽ ഈ വണ്ടി ഉപയോഗിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ പറഞ്ഞവരപ്പം തന്നെ വരും, നമ്മളെ പിക്ക് ചെയ്തിട്ട് നമ്മളെ കൊണ്ടുപോയി റോഡിൻ്റെ സൈഡിൽ വിടും. അവിടെ നമുക്ക് ഓട്ടോ ടാക്സി എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടും.
അപ്പോൾ അങ്ങനത്തെ ഒരു ഫെസിലിറ്റി കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഞാൻ കണ്ടേക്കണത്. ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ട്രാവൽ ചെയ്ത സ്ഥലങ്ങളിൽ വേറെ എങ്ങും ഞാൻ കണ്ടിട്ടില്ല. കോയമ്പത്തൂരാണത് കണ്ടത്. അപ്പം ആ ഫെസിലിറ്റി ഉപയോഗിക്കാനായിട്ട് മറക്കണ്ട കേട്ടോ. അങ്ങനെ ബങ്കി സർവീസിലൊക്കെ കയറി കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് പോയി ഇറങ്ങി. പുറത്ത് നല്ല സുഖമാണ് വണ്ടിയിലേക്ക് ഇടാൻ കേട്ടോ. നമുക്ക് ലഗേജ് ഒന്നും ചുമക്കണ്ട, എടുത്ത് നേരെ വെച്ചാൽ മതി, പോയിരിക്കും. അവിടെ അവർ നമ്മൾ പുറത്തേക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് നമ്മുടെ ഓട്ടോ ടാക്സി വെയിറ്റിംഗ് സ്റ്റാൻഡിൽ അവിടെ കൊണ്ട് ഇറക്കും. അങ്ങനെ അവിടെ പോയി ഇറങ്ങി അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചു. നേരെ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ റൂമിലേക്ക് എത്തി. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഹോട്ടൽ. ഒരുപാട് ദൂരമൊന്നുമില്ല. നമ്മളത് പ്രിഫർ ചെയ്ത് അങ്ങനെ നോക്കി തന്നെ എടുത്തു. ഒരുപാട് ലോങ്ങിലേക്ക് പോകാതെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ എടുത്തത്. നല്ല ഹോട്ടലായിരുന്നു. അപ്പോൾ അവിടെ പോയി അന്ന് നൈറ്റ് അവിടെ നമ്മൾ എത്തിയപ്പോൾ തന്നെ ലേറ്റായി. ഞങ്ങൾ ഒരു വൈകുന്നേരത്തെ ട്രെയിനിനാണ് ഏകദേശം പോയത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ 9 മണി 10 മണിയായി. അപ്പോൾ പിന്നെ അന്ന് പിന്നെ വേറെ എങ്ങും പോകാൻ നിന്നില്ല. ജസ്റ്റ് ഹോട്ടലിൻ്റെ സൈഡിൽ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് പോലെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. നൈറ്റ് ഭക്ഷണം കഴിച്ചു. നല്ലതായിരുന്നു. ദോശ തന്നെയാണ് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് അന്ന് അവിടെ നമ്മൾ ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ എണീറ്റു. പിറ്റേ ദിവസം ഒരു പ്ലാനിങ്സ് എല്ലാം ഉള്ളത്. അവിടെ പോകണം, നമ്മൾ ഒരുപാട് കണ്ടൊക്കെ വെച്ചിട്ടുണ്ട്, എവിടെയൊക്കെ പോകണം എന്നെല്ലാം നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസമാണ് പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയത്. അപ്പോൾ രാവിലെ പോയത്, പിറ്റേ ദിവസം രാവിലെ കോയമ്പത്തൂരിൻ്റെ ഫസ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ പോയത് ആനന്ദാസ് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്. അവിടുത്തെ വളരെ വളരെ ഫേമസ് റെസ്റ്റോറൻറ്റാണ് ആനന്ദാസ്. അവർക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അവിടെ നിന്ന് തന്നെയാണെങ്കിലും എനിക്ക് തോന്നുന്നു നമ്മളൊരു ഓട്ടോ വിളിച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ ആനന്ദാസ് എന്ന് പറഞ്ഞാൽ അവർക്കറിയാം. അത് എനിക്ക് തോന്നുന്നു ഒരു 5-6 ബ്രാഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു കോയമ്പത്തൂർ. പക്ഷേ എല്ലാം ഒന്നിനൊന്നും നല്ലതാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. റവ ദോശ, അങ്ങനെ ഞങ്ങൾ 3 ടൈപ്പ് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. നല്ല ഭക്ഷണമാണ് ആനന്ദാസിൽ. നല്ലൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആട്ടോ കോയമ്പത്തൂർ. എനിക്കതൊരു കോയമ്പത്തൂർ മാത്രമല്ല, തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ട് ഈ ആനന്ദാസ്. പക്ഷേ കോയമ്പത്തൂർ തന്നെ ഒരു 4 ബ്രാഞ്ച് ഉണ്ട് അവർക്ക്. അങ്ങനെ അത് നമ്മൾ പറഞ്ഞാൽ മതി, അവരെ ഓട്ടോക്കാർ നമ്മൾ ഇതിൽ ഏതും നല്ല ബ്രാഞ്ച് തന്നെയാണ് ആനന്ദാസ്. അപ്പോൾ അവിടെ പോയി ഭക്ഷണം കഴിച്ചു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്നായിരുന്നു. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തല്ല, എനിക്ക് തോന്നുന്നു ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ്. ആ സ്ഥലത്തിൻ്റെ പേര് ഉക്കറം എന്നാണ്. ഉക്കറം അവിടെയാണ് നല്ലൊരു ബീച്ച് കേട്ടോ. ബീച്ചുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അവിടെ ബോട്ട് സർവീസൊക്കെ ഉണ്ട്. ആ ബീച്ചിൽ നല്ലൊരു നമുക്ക് ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. നമുക്കത് വേണമെങ്കിൽ എടുക്കാം. പല ടൈപ്പ് ബോട്ട്സ് ഉണ്ട്. നമുക്ക് ഏതിൽ വേണമെങ്കിലും ബോട്ട് സർവീസ് എടുക്കാം. പക്ഷെ നല്ല രസമാണ് അത് കാണാനായിട്ടും. ലേക്ക് പോലെ നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ അവിടെ ഒരു വാക്ക് വേ ആണ്. ആ ലേക്കിൻ്റെ സൈഡിലൊക്കെ നമുക്കിങ്ങനെ നടക്കാം. നല്ല പോലെ അവരത് ഫുട്പാത്തൊക്കെ ഉണ്ടാക്കി നമുക്ക് നടക്കാനായിട്ട് പറ്റിയ രീതിയിലൊക്കെ ആക്കിയിട്ട് നല്ല ഗാർഡൻ പോലെ അപ്പുറത്തും ഇപ്പുറത്തും ചെടികളൊക്കെ സെറ്റ് ചെയ്ത് നല്ലൊരു വാക്കിങ്ങിന് പറ്റിയൊരു സ്ഥലവും കൂടിയാണ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു കുട്ടികൾക്കായുള്ള ഒരു പാർക്കല്ല, നമ്മളിതൊരു എന്താ പറയുക, അതിന് ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കെന്ന് പറയാൻ പറ്റുമോ എന്നെനിക്കറിയത്തില്ല. ഇങ്ങനെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഇങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ സ്ലൈഡ് പോലെ ഒരു റബ്ബർ പോലെയാണത്. ഒരു സ്ലൈഡാണ്. അവരിങ്ങനെ ഊർന്നിങ്ങനെ വന്ന് വീഴുന്നത് ഒരു റബ്ബറിഷ് ആയിട്ടുള്ളൊരു സ്ഥലത്തായിരിക്കും. അപ്പോൾ അവർക്ക് ഒട്ടും ഒരു പേടിക്കേണ്ട ആവശ്യമില്ല. അത്രയ്ക്ക് സേഫായിട്ടുള്ള റബ്ബറിഷ് ആയിട്ട് ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. അങ്ങനത്തെ ഒരു സ്ലൈഡൊക്കെ അവർ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയേക്കണതാണ്. അതുണ്ട് ഈ ബീച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ്, റോഡ് ക്രോസ് ചെയ്ത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ അവിടെ ചെറുതായിട്ടൊരു സ്നാക്സ്, അതിൽ ജ്യൂസ്, ഷേക്സ് ഒക്കെ ഉള്ളൊരു സ്ഥലമുണ്ട്. ഈ ഞാൻ പറഞ്ഞ റബ്ബറിഷ് സ്ലൈഡൊക്കെ ഉള്ള ആ ഒരു കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലത്തിൻ്റെ അവിടെയാണ്. അവിടെ ഒരു വെറൈറ്റി ഒരു ഡ്രിങ്ക് ഉണ്ട് കേട്ടോ. ബീട്രൂട്ട് ജ്യൂസ് എന്നും ഷേക്ക് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ബീട്രൂട്ട് ജ്യൂസ് എന്നാണ് അത് പറഞ്ഞത്. പക്ഷെ ഭയങ്കരമായിട്ട് എനിക്കിഷ്ടമായി അത്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ബീട്രൂട്ട് ജ്യൂസ് എന്ന് പറയുമ്പോൾ എന്താണ് ഈ ബീട്രൂട്ടിൻ്റെ ഒരു ടേസ്റ്റ് അതിന് വരില്ല. എനിക്ക് അത്രയ്ക്ക് പേഴ്സണലി ബീട്രൂട്ട് ഇഷ്ടമല്ല, വരില്ല. പക്ഷേ ഇതങ്ങനെയൊന്നുമല്ല. ഈ ബീട്രൂട്ട് ജ്യൂസിന് അതിനകത്ത് അതിൻ്റെ കൂടെ കുറച്ച് ഐസ്ക്രീം, എനിക്ക് തോന്നുന്നു ഒരു 1-2 സ്ട്രോബെറീസ് അതൊക്കെ ഇട്ടിട്ട് അത് ചെയ്തേക്കണമെന്ന് എനിക്ക് പേഴ്സണലി മനസ്സിലായത്. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു അത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത്. ഒരു ഗ്ലാസ് തന്നെ ശരിക്കും പറഞ്ഞാൽ 2 പേർക്ക് കുടിക്കാം. അത്രയ്ക്ക് ക്വാണ്ടിറ്റി അതിലുണ്ട്. പക്ഷെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് ബീട്രൂട്ട് ജ്യൂസ്. അവിടെ പോകുമ്പോൾ അത് ട്രൈ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നല്ല അടിപൊളി ഡ്രിങ്കാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു ഞങ്ങൾ തിരിച്ച്
ഞങ്ങളുടെ ഹോട്ടൽ റൂമിൻ്റെ ആ ഭാഗത്തേക്ക് വന്നു. അപ്പോൾ ഉച്ചത്തേക്ക് ലഞ്ച് കഴിക്കേണ്ട ടൈമായി. അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് എവിടെ നിന്നാണ് കഴിക്കണമെന്നൊക്കെ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അവിടെ ഒരു ഹരിഭവൻ എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ഉണ്ട്. അടിപൊളി ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഹരിഭവൻ. ഹരിഭവനും ഇതുപോലെ ഞാൻ ആനന്ദാസിന് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഹരിഭവൻ ഒരു 3 ബ്രാഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ പോയത് ലേറ്റസ്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത ഹരിഭവൻ, അതായത് 3 ഉണ്ട്. അതിൽ ഏറ്റവും പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത ഹരിഭവൻ, അവിടെയാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ ഓൺ ദ വേ ഈ പുതിയ ഹരിഭവനിലേക്ക് പോകുന്ന ആ ടൈമിൽ പഴയ ഹരിഭവൻസൊക്കെ നമ്മൾ കണ്ടു. അതിലൊക്കെ നല്ല ക്രൗഡാണ് കേട്ടോ, ഭയങ്കര റഷാണ്, നല്ല തിരക്കുള്ള നല്ലൊരു റെസ്റ്റോറൻ്റാണ്. ഞങ്ങൾ പക്ഷേ പുതിയ ഹരിഭവനിലാണ് പോയത്. അവിടെ ചെന്നപ്പോൾ നല്ല സ്പേഷ്യസ് ആണ്, ഇരിക്കാനൊക്കെ ഒരുപാട് സ്ഥലം, നല്ലൊരു നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ആംബിയൻസ് ഉള്ള ഒരു റെസ്റ്റോറൻ്റാണ് ഹരിഭവൻ. അവിടെ ചെന്നപ്പോൾ അവിടെ മെയിൻലി ബിരിയാണി, ഊണ് എല്ലാം ഉണ്ട്. പിന്നെ അറിയാലോ, ഈ തമിഴ്നാട് ബിരിയാണി നമ്മുടെ നാടൻ ബിരിയാണി പോലെയല്ല, എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. എനിക്ക് പേഴ്സണലി നമ്മുടെ നാടൻ ബിരിയാണി തന്നെയാണ് ഇഷ്ടം, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബിരിയാണി. അവരുടെ അങ്ങനെയല്ല, അവിടെ മസാലയൊക്കെ ഇട്ടുള്ള ഒരു ബിരിയാണി, അതെനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല. പക്ഷെ എന്നാലും എനിക്ക് കൂടുതൽ ഇഷ്ടം നമ്മുടെ നാടൻ ബിരിയാണി തന്നെയാണ്. ഹരിഭവനിൽ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റം ഞാൻ വാങ്ങിച്ചത് എനിക്ക് തോന്നുന്നു ഞാൻ എഗ് ഫ്രൈഡ് റൈസാന്ന് തോന്നുന്നു വാങ്ങിച്ചത്. എഗ് ഫ്രൈഡ് റൈസും അതുപോലെ അവിടെ ഒരു പ്രധാനമായൊരു കിട്ടുന്ന ഒരു ഐറ്റമാണ്, എനിക്ക് വേറെ എവിടെയും ഞാനിത് കണ്ടിട്ടില്ല. അങ്ങനെ ഐറ്റമാണ് ന്യൂഡിൽസ് പ്രോൺസ് നൂഡിൽസ്, അല്ലെങ്കിൽ നൂഡിൽസ് പ്രോൺസ് എന്ന് പറയുന്നൊരു ഐറ്റം. അത് സ്റ്റാർട്ടറായിട്ടാണ് അവിടെ അത് കിട്ടുന്നത്. പക്ഷേ അത് നമുക്ക് മെയിൻ ഫുഡിൻ്റെ കൂടെ കഴിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റിയാണ്. കാരണം ന്യൂഡിൽസ് എനിക്ക് തോന്നുന്നു മാഗിയാന്ന് തോന്നുന്നു, അത് കുക്ക് ചെയ്ത ശേഷം പ്രോൺസ് അതിനകത്ത് ഡിപ്പ് ചെയ്ത് പിന്നെ എഗ് ബാറ്ററിലോ അങ്ങനെ എന്തോ ഫ്രൈ ചെയ്ത് മീൻസ് ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പക്ഷേ ഒരു അമേസിങ് ടേസ്റ്റ് ആയിരുന്നു. കാരണം വേറെ എവിടെയും ഞാൻ അങ്ങനത്തെ ഒരു ഡിഷ് കഴിച്ചിട്ടില്ല. ഒരു സ്റ്റാർട്ടറാണത്, പക്ഷേ മെയിൻ ഫുഡിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്, നല്ലതായിരുന്നു അതും. പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ അതിന് മഷ്റൂം മഞ്ചൂരിയനോ അങ്ങനെ എന്തോ, ഞാൻ എക്സാക്ട്ലി ഞാൻ ഓർക്കുന്നില്ല എന്തായിരുന്നു. പക്ഷേ ഞാനിത് ട്രൈ ചെയ്തു. അപ്പോൾ അത് മസ്റ്റ് ട്രൈ ഒരു ഐറ്റമാണ് അവിടുത്തെ പ്രോൺസ് ന്യൂഡിൽസ്. സ്റ്റാർട്ടേഴ്സിലാണ് അതുള്ളത്, അത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് വാങ്ങിച്ചു. പിന്നെ പ്രോൺസ് ഇത് ന്യൂഡിൽസ് പ്രോൺസ് വാങ്ങിച്ചു. പിന്നെ മഷ്റൂം മഞ്ചൂരിയൻ, എഗ് ഫ്രൈഡ് റൈസ്, അതൊക്കെയാണ് ഞങ്ങൾ കഴിച്ചത്. ഹസ്ബൻഡ് ഊണാണ് കഴിച്ചത്. പക്ഷെ നല്ലതായിരുന്നു, നല്ലൊരു റെസ്റ്റോറൻ്റാണത്. അവിടെ തന്നെ അവർ തന്നെ അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് അവരുടെ ഒരു ഐസ്ക്രീം പാർലറുണ്ട്. അവിടെയും ഇതേപോലെ ഒരുപാട് വെറൈറ്റി ഐസ്ക്രീംസ് കിട്ടും. ആ സെയിം കോമ്പൗണ്ടിൽ തന്നെയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ മെയിൻ ഫുഡ് കഴിച്ചിട്ട് ഇങ്ങോട്ട് ജസ്റ്റ് ആ ബിൽഡിങ്ങിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ തൊട്ട് സൈഡിൽ തന്നെ ഒരേ കോമ്പൗണ്ടിൽ തന്നെ സൈഡിൽ തന്നെയാണ് ഐസ്ക്രീം പാർലർ. അത് ഇത് തന്നെ ഹരിഭവൻ്റെ തന്നെയാണ്. അതിന് നടുക്ക് കുട്ടികളുടെ പ്ലേ ഏരിയ, ചെറിയൊരു ഊഞ്ഞാലെന്ന് വെച്ചാൽ ഊഞ്ഞാൽ കട്ടിൽ പോലെ നമ്മൾ പാർക്കിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഊഞ്ഞാൽ, അതൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് അവിടെ ഐസ്ക്രീം കഴിച്ചപ്പോൾ നമ്മളൊരു ഐസ്ക്രീമിൻ്റെ ഫലൂഡ അല്ലെങ്കിൽ ഫ്രൂട്ട് സാലഡ്സ് അങ്ങനെ ഒരു നമ്മൾക്ക് ഇഷ്ടപ്പെട്ടൊരു ടേസ്റ്റസ് ഉണ്ടല്ലോ. എനിക്ക് ഐസ്ക്രീം കഴിക്കുമ്പോൾ ആ ഒരു ഇതാണ് ഇഷ്ടം. പിന്നെ സാധാ ഐസ്ക്രീംസ് ഇഷ്ടമാണ്, പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ സോഫ്റ്റ് ഐസ്ക്രീംസ് അറിയാമായിരിക്കുമല്ലോ എല്ലാവർക്കും. സോഫ്റ്റ് ഐസ്ക്രീംസ് വെച്ചിട്ടുള്ള ഐസ്ക്രീം വെറൈറ്റീസാണ്. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സോഫ്റ്റ് ഐസ്ക്രീംസ് ഇഷ്ടമല്ല. നമ്മൾ ഈ മെഷീൻ ഐസ്ക്രീം കിട്ടില്ല, അതാണ് ഈ സോഫ്റ്റ് ഐസ്ക്രീം. ഇങ്ങനെ മോൾ ഭാഗത്ത് ഇങ്ങനെ കൂണ് പോലെ ഇങ്ങനെ ഒരു ഇതുപോലെയാണ്. അത് മെഷീനിൽ നിന്ന് ഇങ്ങനെ നമ്മൾ എടുക്കുന്ന ഐസ്ക്രീംസാണ്. അപ്പോൾ അതാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആ ഐസ്ക്രീംസാണ് കംപ്ലീറ്റ് എല്ലാ ഏത് വെറൈറ്റി ഐസ്ക്രീംസ് ഉണ്ടാക്കാനും അവരുപയോഗിക്കുന്ന സോഫ്റ്റ് ഐസ്ക്രീംസാണ്. എനിക്ക് അത്രയ്ക്ക് സോഫ്റ്റ് ഐസ്ക്രീം അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് എനിക്ക് അത്ര അത് ഇഷ്ടമായില്ല. അതിനകത്ത് ഇപ്പോൾ നമ്മൾ ഫ്രൂട്ട് സാലഡ് വിത്ത് ഐസ്ക്രീം പറഞ്ഞാൽ അവർ ഈ സോഫ്റ്റ് ഐസ്ക്രീമാണ് കൊണ്ടുവരുന്നത്. എന്നിട്ട് അത് തന്നെയാണ് ഒരു എന്താ പറയുക ഫ്രൂട്ട് സാലഡിൻ്റെ ആ ഒരു പ്ലേറ്റിൽ നമുക്ക് തന്നെ സെർവ് ചെയ്യുന്ന പ്ലേറ്റിലിട്ടിട്ട് അതിനകത്താണ് ഈ ഫ്രൂട്ട്സും അതുപോലെ സിറപ്പും എല്ലാം ഒഴിക്കുന്നത്. പക്ഷേ ബേസ് എപ്പോഴും ഈ സോഫ്റ്റ് ഐസ്ക്രീമാണ്. എനിക്ക് പേഴ്സണലി സോഫ്റ്റ് ഐസ്ക്രീമിനോട് അത്രയ്ക്ക് ഇഷ്ടമല്ല. പക്ഷേ ടേസ്റ്റിയാണ്. ഇങ്ങനെ ഒരു ഇതുണ്ട്, അല്ലാതെ മറ്റേ ഐസ്ക്രീമിലല്ല അവർ ചെയ്യുന്നത്. പിന്നെ അവിടെ നിന്ന് സോഫ്റ്റ് ഐസ്ക്രീമിൻ്റെ ഫ്രൂട്ട് സാലഡൊക്കെ അതൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ലഞ്ച് ഹരിഭവനിൽ നിന്ന് കഴിച്ചു. അതിനുശേഷം പിന്നെ ഞങ്ങൾ പോയത് അവിടെ ഹൗസ് ക്രോസ് റോഡ് എന്നൊരു റോഡുണ്ട്. റേസ് ക്രോസ് റോഡ്. അത് പണ്ടത് ഇങ്ങനെയും പറയുന്നുണ്ട് പല ആൾക്കാരും. നമ്മൾ അവിടുത്തെ ലോക്കൽ ചില തമിഴ് ആൾക്കാരോട് അവിടങ്ങളിലുള്ള ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഹൗസ് ക്രോസ് റോഡ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ശരിക്കും അത് റേസ് ക്രോസ് റോഡാണ്. പക്ഷെ ഒരുപാട് ഭംഗിയുള്ള നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഈവനിങ് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയൊരു സ്ഥലമാണ്. അവിടെ നമ്മൾ ഈ ഫ്രാൻസിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഈഫിൽ ടവർ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, നമ്മൾ ബുക്സിൽ വായിച്ചിട്ടുണ്ട്, ടി വിയിൽ കണ്ടിട്ടുണ്ട്.
ആ ഒരു ഈഫൽ ടവറിൻ്റെ ഒരു മിനിയേച്ചർ രൂപം, മിനിയേച്ചർ എന്ന് പറയാൻ പറ്റില്ല, ഒരുവിധം ഹൈറ്റൊക്കെ ഉണ്ട്, അതവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത്. കാരണം അതിൻ്റെ സൈഡിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് കാണുന്നത് അവിടുത്തെ ബിൽഡിങ്സും അവിടെ ഏതൊരു കോളേജോ അങ്ങനെ എന്തോ ആണ് കാണുന്നത്. പക്ഷേ ഈഫൽ ടവർ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ട്, അപ്പോൾ അതിൻ്റെ സൈഡിൽ നിൽക്കുന്നത് ഫോട്ടോസ് എടുക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. പിന്നെ നല്ലൊരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ആ റേസ് ക്രോസ് റോഡെന്ന് എനിക്ക് തോന്നി. കാരണം നല്ല കാറ്റൊക്കെ ഉണ്ട്, നല്ല ഫുട്പാത്ത്, ചെയേഴ്സൊക്കെ ഇട്ടിട്ടുണ്ട്, ബെഞ്ചസ് ഉണ്ട്, നമുക്ക് ഇരിക്കാം. അങ്ങനെ ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാനായിട്ട്, റിലാക്സ്ഡ് മൂഡിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയൊരു സ്ഥലമാണ് റേസ് ക്രോസ് റോഡ്. അവിടെ കൊണ്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വലിയൊരു ഭാഗം മുഴുവനും ഇൻ്റർലോക്കൊക്കെ ചെയ്ത് നല്ല, ഞാൻ പറഞ്ഞു ബെഞ്ചൊക്കെ ഇട്ട് നല്ല ഇതിലാണ് ഇട്ടേക്കുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റ് ഒരുപാട് ടീ ഷോപ്സാണ്, ടീ കോഫി അങ്ങനത്തെ ഒരുപാട് ഷോപ്സ് അങ്ങനെയെല്ലാം ഉണ്ട്. അവിടെ ടീയും കോഫിയൊക്കെ കിട്ടുന്ന സ്ഥലത്ത് ഇതുപോലെ അവിടെ എനിക്ക് തമിഴ്നാട്ടിൽ നമ്മൾ കൂടുതലായിട്ട് ചില മിക്ക സ്നാക്കുകളിൽ ചെന്നാലും പനിയാരം, നമ്മൾ ഉണ്ണിയപ്പം പോലത്തെ ഒരെണ്ണമാണ്. അതിന് കാരപ്പനിയാരം എന്ന് പറയുമ്പം അതിന് എരിവായിരിക്കും. എരിവെന്ന് വെച്ചാൽ ഉപ്പ്, നമ്മുടെ മധുരമല്ല, അല്ലാന്ന് കാരപ്പനിയാരവും സ്വീറ്റ് പനിയാരം, പിന്നെ ഒരുപാട് ടൈപ്പ് സ്നാക്സുകൾ, പരിപ്പോട, ഉഴുന്നോട, അങ്ങനെയെല്ലാം അവിടെ കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ അവിടെ ഞാൻ കണ്ടേക്കുന്ന വേറൊരെണ്ണം, ഒരു നമ്മൾ കോഫിയും അതുപോലെ തന്നെ കോഫി തന്നെ ചക്കര, മീൻസ് നമ്മൾ പനങ്കൽക്കണ്ട ഇട്ട കോഫി, പഞ്ചസാരയ്ക്ക് പകരം ചക്കര ഇട്ടത്, അത് അവിടെ ഞാൻ കണ്ടായിരുന്നു. ഇതിൻ്റെ റേസ് കോഴ്സ് റോഡിൻ്റെ നേരെ റേസ് കോഴ്സ് റോഡ് എന്ന് പറഞ്ഞാൽ കുറേ ദൂരമുണ്ട്. അത് നമുക്ക് നടക്കുമ്പോൾ നമുക്ക് കാണാം, നേരെ ഓപ്പോസിറ്റ് റോഡിൻ്റെ സൈഡിലാണ് ഇതെല്ലാം ഉള്ളത്. പിന്നെ അതുപോലെ പാല് അവിടെ കോമൺ ആയിട്ട് ഞാൻ കണ്ടു, കപ്പിൽ കൊടുക്കുന്നത്, അതിനകത്ത് ഇടുന്നത് ഇതുപോലെ എന്താ പറയുക, നമ്മൾ മിൽക്ക് മെയ്ഡ് പോലെ ആ ഒരു ഇതുണ്ട്, പാല് കുറുക്കി വറ്റിച്ച് ഒരു പാൽക്കോവ പാലിൽ മിക്സ് ചെയ്തിട്ട് അത് കൊടുക്കുന്നുണ്ട്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയില്ല, പക്ഷെ ഒരുപാട് ആൾക്കാർ അത് കഴിക്കുന്നുണ്ട്. അങ്ങനെ പാൽക്കോവ അവർ റെഡിയാക്കി വെച്ചേക്കുവാണ്. അപ്പം നമ്മൾ പാൽക്കോവ മിൽക്ക് എന്ന് പറയുമ്പം ആ പാൽക്കോവയാണ് നമ്മൾ മേടിക്കുന്ന ആ ഒരു ഗ്ലാസ് പാലിൽ മിക്സ് ചെയ്ത് അത് തരുന്നുണ്ട്. അത് പ്രത്യേക ടേസ്റ്റാണെന്ന് പറഞ്ഞ് ഞാൻ കഴിച്ച ആളുകളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഭയങ്കര ടേസ്റ്റിയാണ്. ഞാൻ പേഴ്സണലി ട്രൈ ചെയ്ത് നോക്കിയില്ല, പക്ഷെ നല്ലതായിരിക്കും എന്ന് കരുതുന്നു. അപ്പോൾ കോഫിയിൽ ഇതുപോലെ പനങ്കൽക്കണ്ടുള്ള കോഫി അത് ട്രൈ ചെയ്തായിരുന്നു, നല്ലതായിരുന്നു. അതൊക്കെയാണ് ആ റേസ് ക്രോസ് റോഡിന് ഓപ്പോസിറ്റ് റോഡ്സിലുള്ള കാഴ്ചകൾ. പിന്നെ അതുപോലെ തന്നെ വേറൊരു കട ഞാൻ അവിടെ കണ്ടായിരുന്നു. നമ്മൾ നടന്നു പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ. ഇത് നമ്മൾ പറഞ്ഞ ഈ ഒരു ടീ ഷോപ്പിൻ്റെ സൈഡിൽ തന്നെ ഒരു കരിക്ക് ഷോപ്പ്, കരിക്കുണ്ട് അവിടെ. അത് കൂടാണ്ട് അവിടെ കരിക്കിൻ്റെ എല്ലാ ടൈപ്പും, നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, ഒരു സ്ട്രോബെറി ജ്യൂസ് നമ്മൾ ചോദിച്ചാൽ അവർക്ക് സ്ട്രോബെറി ജ്യൂസ് എന്ന് പറഞ്ഞാൽ ആ സ്ട്രോബെറിയും ഗ്രൈൻഡ് ചെയ്യുന്നത് കരിക്കും വെള്ളത്തിലാണ്. എന്തും കരിക്കും വെള്ളത്തിലാണ് ഗ്രൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ കരിക്കും വെള്ളം ഒഴിക്കുന്നു, സ്ട്രോബെറി ഇടുന്നു, കരിക്കിൻ്റെ ഒരു ചെറിയൊരു കാമ്പ് പീസ് അതിടുന്നു, കുറച്ച് പഞ്ചസാര, പക്ഷേ ഭയങ്കര ടേസ്റ്റിയാണ്. സ്ട്രോബെറി ജ്യൂസ് ചോദിച്ചാലും കരിക്കും വെള്ളത്തിൽ, ബീട്രൂട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ജ്യൂസ് വേണം, ഏത് ജ്യൂസും അവിടെ റെഡി അവൈലബിൾ ആണ്. നമ്മൾ മുമ്പ് വെച്ച് തന്നെയാണ് കേട്ടോ അവർ അത് മിക്സ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് തരുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ സ്ട്രോബെറി ജ്യൂസ് വാങ്ങിച്ചപ്പോൾ സ്ട്രോബെറി കരിക്കിൻ ജ്യൂസ്, അതാണ് അതിൻ്റെ പേര്. എന്തും കരിക്കിൻ ജ്യൂസിൻ്റെ അടിച്ച് ചേർത്തിട്ടുള്ളത്. അത് ഈ ഒരു കോഫി ഷോപ്പിൻ്റെ സൈഡിൽ തന്നെ കാണാം, അവിടെ പോകുമ്പോൾ തന്നെ കാണാം. അപ്പോൾ ഇതൊക്കെയാണ് വൈകുന്നേരത്തെ കാഴ്ചകൾ. ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുള്ള കാഴ്ചകളാണ് ഞാനീ പറഞ്ഞത് കേട്ടോ. കറങ്ങാനായിട്ട് പോയ സ്ഥലം, അവിടെ നല്ല മനോഹരമായിട്ടുള്ള ഒരു ലേക്ക് ഉണ്ട് കേട്ടോ. അത് നമ്മുടെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട് ആ ഭാഗത്ത്, അതിൻ്റെ തൊട്ടടുത്താണ് ഈ ലേക്ക്. ആ സ്ഥലത്തിൻ്റെ എക്സാക്റ്റ് പേര് ഉക്കടം എന്നാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 20 മിനിറ്റ്സും, ബസ്സിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു അവിടെ തന്നെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട് ഈ ഉക്കടത്ത് തന്നെ, അതിൻ്റെ അടുത്താണ് ഈ ലേക്ക്. നല്ല മനോഹരമായ ലേക്കാണിത്. അതുകൂടാതെ അതൊരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ്. ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിലുള്ള ആളുകളും അതുപോലെ വിദേശത്തു നിന്നും എല്ലാം ആളുകളും അവിടെ വരുന്നുണ്ട്. നല്ല ബോട്ടിംഗ് സൗകര്യങ്ങളും എല്ലാം ഉണ്ട്, പല വെറൈറ്റി ബോട്ട്സും എല്ലാം ഉണ്ട് അവിടെ. നമുക്ക് ആ ബോട്ടിൽ കയറി ഒരു റൈഡ് പോലെ നടത്താം, നല്ലതാണ്. നല്ലൊരു ഡെസ്റ്റിനേഷൻ പോയിൻ്റാണ് ആ ലേക്ക്. അത് മസ്റ്റായിട്ട് കാണേണ്ടതാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ജ്യൂസൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക്, അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് നേരെ നമ്മുടെ ഹോട്ടൽ റൂമിലേക്ക് പോന്നപ്പോൾ തിരിച്ചിങ്ങോട്ട് വരണ വഴിക്ക് ഞങ്ങൾ ഒരു സ്ഥലവും കൂടി കയറിയായിരുന്നു. നമ്മുടെ അവിടെ ഒരു ഐ ഹോസ്പിറ്റലുണ്ട്, അവിടെ അരബിന്ദോ ഘോഷിൻ്റെ ഐ ഹോസ്പിറ്റലാന്ന് തോന്നുന്നു. ആ ഭാഗത്തൊക്കെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നടന്നു കേട്ടോ, അല്ലാതെ അത് നമ്മൾ അങ്ങനെ കാണാനായിട്ട് അങ്ങനെ പോയതൊന്നുമല്ല. പക്ഷേ അവിടെയൊക്കെ ഒരു ഈവനിങ് വാക്കിനൊക്കെ നല്ല സ്ഥലം, ഒരു പാർക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കൂടിയൊക്കെ ഒന്ന് നടന്ന് അങ്ങനെയൊക്കെ ഓൺ ദ വേ നമ്മൾ റോഡിൽ കണ്ട കാഴ്ചകളാണ് ഞാൻ പറഞ്ഞത്. ഒരു ഹോസ്പിറ്റൽ, പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് പാർക്സ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു.
അതൊക്കെ കണ്ടു. എന്നിട്ട് തിരിച്ച് വരുമ്പോൾ ഈ നമ്മൾ തിരിച്ചും കൊണ്ട് ഓൺ ദ വേ വരുമ്പോൾ ഒരുപാട് തട്ടുകടകൾ ഒരുപാടുണ്ട് കേട്ടോ. നല്ല നല്ല ഒരുപാട് തട്ടുകടകളുണ്ട്. അപ്പോൾ അവിടെ കയറി തട്ടുദോശ, അതുപോലെ തന്നെ ഞാൻ പൊറോട്ട, ചിക്കൻ ഫ്രൈ, ചൂട് 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 പൊറോട്ട, ഇതൊക്കെ അപ്പത്തെ ഭയങ്കര തിരക്കാണ് കേട്ടോ. ഭയങ്കര തിരക്കാണ്. റോഡിൻ്റെ സൈഡിൽ തന്നെയാണ്, പക്ഷേ അതൊരു ഏരിയ ഫുൾ അങ്ങനെയാണ്. നല്ല നീറ്റാണ് അവർ. നമ്മൾ ഒരു തട്ടുകട എന്ന് വെച്ചാൽ നല്ലൊരു രീതിയിൽ തന്നെ നടത്തുന്ന തട്ടുകടയാണ്. നല്ല പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ വലിയ വലിയ ഹോട്ടൽസിന് പോകണമെങ്കിൽ തട്ടുകടയാകുമ്പോൾ അപ്പോൾ തന്നെയുള്ള ഫുഡെല്ലാം തീർന്നിട്ടാണ് അവരത് അടയ്ക്കുന്നത്. അതായത് എടുത്ത് വെച്ച് പഴകി അങ്ങനത്തെ ഒരു ഇത് തട്ടുകടകൾക്കില്ലല്ലോ. നല്ല നീറ്റാണ് മിക്ക തട്ടുകടകളും. എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ട് തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റുമാണ്. അതിന് വൃത്തിക്ക് ഒരു കുഴപ്പമില്ല. കാരണം ഒന്നും എടുത്ത് വെച്ച് സൂക്ഷിച്ച് 1 മാസം പഴകിയതോ ഒന്നും അല്ലല്ലോ. അത് നല്ല എനിക്ക് ഫേവറേറ്റാണ് തട്ടുകടകളൊക്കെ, എനിക്കിഷ്ടമാണ്. അവിടെയും നമ്മൾ ഒരുപാട് പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ തട്ടുകടയിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു നേരെ റൂമിലേക്ക് പോന്നു. അപ്പോൾ ഇനി പിറ്റേ ദിവസം രാവിലെ നേരം വെളുത്തു. സെക്കൻഡ് ഡേ ഇൻ കോയമ്പത്തൂർ. അത് രാവിലെ എണീറ്റ് ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആനന്ദാസ് തന്നെയാണ് എനിക്കവിടെ ഫേവറേറ്റായിട്ട് തോന്നിയത്. അപ്പോൾ വിചാരിച്ചു രണ്ടാമതൊരു ആനന്ദാസിൽ പോയി കഴിക്കാമെന്ന്. പക്ഷേ വളരെ 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 ടേസ്റ്റി. അത് നമ്മളിപ്പം ഇതേതാണ് എവിടെയാണ് എന്നൊന്നും ചിന്തിക്കണ്ട കേട്ടോ. നമ്മൾ ഓട്ടോയിൽ കയറി കഴിഞ്ഞ് പറഞ്ഞാൽ അവർ നമ്മളെ ആനന്ദാസിൽ തന്നെ കൊണ്ടിറക്കുന്നത്. അത് എല്ലാ ആനന്ദാസും ഒന്നിനൊന്നും നല്ലതാണ്. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു ആനന്ദാസിൽ പോയതുകൊണ്ട് നെക്സ്റ്റ് ഡേ ഞാൻ വേറൊരാണ്. ഇതൊക്കെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരങ്ങളിൽ ഒരു 7 കിലോമീറ്റർ ചുറ്റളവിലുള്ളതാണ് ഞാൻ ഈ പറയണതെല്ലാം. ആ ആനന്ദാസ് ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. അവിടെ അപ്പം പ്രത്യേക ഒരു കാര്യം ഓർത്താൽ മതി. ചില ആനന്ദാസിൽ, എല്ലാ ആനന്ദാസിലും ബേക്കറിയും കൂടിയുണ്ട്, സ്വീറ്റ്സ് കൂടിയുണ്ട്. പക്ഷേ ഞാനിപ്പോൾ പറയുന്ന അത് ഇന്ന് രാവിലെ ഞാൻ പോയി എന്ന് പറയുന്ന ആ ആനന്ദാസിൽ സ്വീറ്റ്സ് കുറച്ച് കൂടുതലായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് പുതിയ ആനന്ദാസാണ്. അവർക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഒരുപാട് സ്വീറ്റ്സ് ഉള്ളൊരു ആനന്ദാസാണ്. ബേക്കറിയും കൂടി അതിനുണ്ട്. ബേക്കറി കം റെസ്റ്റോറൻ്റ് ആണത്. അപ്പോൾ റെസ്റ്റോറൻറ്റ് മുകളിലും ബേക്കറി താഴ്ത്തും, അങ്ങനെയാണ്. അപ്പോൾ അവിടെ പോയപ്പോൾ ഭയങ്കര സ്വീറ്റ്. എനിക്ക് ഇത്രയും സ്വീറ്റ്സ് ഞാൻ കണ്ടിട്ടില്ല. നമ്മളിവിടെ വെച്ചിരുന്ന സ്വീറ്റ്സിനൊരു പരിധിയുണ്ട്. പക്ഷേ തമിഴ്നാട്ടിൽ ഞാൻ മനസ്സിലാക്കിയത് സ്വീറ്റ്സ് ഒരുപാട് വെറൈറ്റി സ്വീറ്റ്സാണ് അവിടെ ഉള്ളത്. എല്ലാവർക്കും സ്വീറ്റ്സിനോട് ഇഷ്ടമുള്ള ആളുകളുമാണ് എനിക്ക് തോന്നി അവരെല്ലാവരും. നമ്മളെക്കാട്ടും കുറച്ചുകൂടി സ്വീറ്റ്സ് കൂടുതൽ ഇഷ്ടപ്പെടുന്നതും കഴിക്കുന്ന ആളുകളാണ്. എനിക്ക് പേഴ്സണലി സ്വീറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇതെനിക്ക് ആനന്ദാസിലെ സ്വീറ്റ് ഷോപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടെ ഒരുപാട് വെറൈറ്റി ഹൽവാസ് ഉണ്ട്. നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരും. ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം നമുക്ക് സെലക്ട് ചെയ്ത് വാങ്ങിച്ചാൽ മതി. ഞാൻ ഒരു ജാക്ക് ഫ്രൂട്ട് ഹൽവ, മാംഗോ ഹൽവ ഒന്നും വേണ്ട. അതൊക്കെ നമ്മുടെ നാട്ടിലും കണ്ടിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ എനിക്കൊരു പ്രത്യേകതയായിട്ട് തോന്നിയ ഹൽവയാണ് കരിപ്പെട്ടി ഹൽവ. അത് എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും എന്തെങ്കിലും കോയമ്പത്തൂർ പോയാൽ മസ്റ്റ് ട്രൈ ഐറ്റമാണ് കരിപ്പെട്ടി ഹൽവ. എനിക്ക് വേറെ ഒരു സ്ഥലത്തുനിന്നും ഞാൻ കഴിച്ചിട്ടില്ല, അത് എനിക്ക് കിട്ടിയിട്ടുമില്ല. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇപ്പം ഞാൻ മാത്രമല്ല, നിങ്ങളാണെങ്കിലും ഒരുപാട് സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എങ്ങൊന്നും കരിപ്പെട്ടി ഹൽവ ഞാൻ കഴിച്ചിട്ടില്ല, എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. എക്സ്ട്രാ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പോരാ, നമുക്ക് ഇന്ന് വരെ നമ്മുടെ നാക്കിൽ നമ്മൾ ടേസ്റ്റ് ചെയ്യാത്തൊരു സ്വാദെന്ന് പറയാം. അത്രയ്ക്ക് ടേസ്റ്റിയാണ് കരിപ്പെട്ടി ഹൽവ ആനന്ദാസിലെ, കോയമ്പത്തൂർ ആനന്ദാസിലെ. നല്ല ടേസ്റ്റിയാണ്, മസ്റ്റ് ട്രൈ കേട്ടോ. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നെ നമുക്ക് വാങ്ങിക്കാം. ഞങ്ങൾ ഒരുപാട് വാങ്ങിച്ചു. പക്ഷേ വീരത്തിൽ കഴിച്ചിട്ട് തിരിച്ച് നാട്ടിലെത്തിയിട്ട് കഴിഞ്ഞു പോയല്ലോ എന്ന് വരെ ഞങ്ങൾ 3 പേരും പറഞ്ഞൊരു ഹൽവയാണ് കരിപ്പെട്ടി ഹൽവ. വളരെ ടേസ്റ്റിയാണ്. അതുപോലെ എനിക്ക് തോന്നിയത് ഇളനീർ ഹൽവ. അതും വളരെ നല്ലതാണ്. നമുക്ക് കഴിച്ചിട്ട് മതിയാവാത്ത ഒരു സ്വീറ്റ്സിൽ പെട്ട 2 എണ്ണമാണ് കരിപ്പെട്ടി ഹൽവയും ഇളനീർ ഹൽവയും. രണ്ടും നല്ലതായിരുന്നു. പിന്നെ ബാക്കി എല്ലാ ഹൽവാസും ഉണ്ട്. മാംഗോ, ജാക്ക് ഫ്രൂട്ട്, പൈനാപ്പിൾ, അതൊക്കെ നമുക്ക് പിന്നെ ഇവിടങ്ങളിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ടേസ്റ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ കിട്ടുന്നതും അവിടെ കിട്ടുന്നതും വ്യത്യാസം ടേസ്റ്റിൽ ഒരുപാടുണ്ട്. അങ്ങനെ അത് നല്ലതായിരുന്നു. അപ്പോൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചു, ഈ ഹൽവാസൊക്കെ വാങ്ങിച്ചു. ഇതെല്ലാം ആയിട്ട് തിരിച്ച് റൂമിലേക്ക് പോന്നു. അങ്ങനെ ആനന്ദാസ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു, കുറേ സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചു. പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് കറങ്ങി അടിച്ച് നടന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ കോയമ്പത്തൂർ മാർക്കറ്റിലൊക്കെ ഒന്ന് പോയി. അവിടുത്തെ ജസ്റ്റ് കാണാൻ എങ്ങനെയുണ്ട്, എന്തൊക്കെയാണ് അവിടെ ഉള്ളത്. വ്യത്യാസങ്ങൾ വെച്ചാൽ വലുതായിട്ട് പറയാൻ പറ്റില്ല, നമ്മുടെ ബോർഡറാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ വലിയ വ്യത്യാസം, എന്നാലും കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് തോന്നി. അപ്പോൾ അതൊക്കെ കുറച്ച് പർച്ചേസ് ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് നേരെ റൂമിലേക്ക് പോന്നു. പിന്നെ വൈകുന്നേരം അന്ന് രാത്രിയാണ് നമ്മൾ തിരിച്ചിങ്ങോട്ട് പോരുന്നത്. 2 ദിവസം അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ഞങ്ങൾ വൈകുന്നേരം രാത്രി ഞങ്ങൾക്കൊരു
10 o'clock തോന്നുന്നു ട്രെയിൻ. അപ്പോൾ അതുവരെ നമുക്ക് ടൈമുണ്ട്. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ താമസിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു 15 മിനിറ്റ്സ് മുമ്പ് സ്റ്റേഷനിലേക്ക് പോയാൽ മതിയല്ലോ. അപ്പോൾ ടൈം ബാക്കി കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം റൂമിൽ വന്ന് റിലാക്സ് ചെയ്തിട്ട് ഒരു 6 മണി 6:30 ആയപ്പോൾ നമ്മൾ പോയില്ലേ ഉക്കരം, അവിടുത്തെ ബീച്ച് ആ ഭാഗത്തേക്ക് പോയി. ബീച്ചിൻ്റെ അങ്ങോട്ട് പോയി. ആ ബീച്ചിൻ്റെ കറക്റ്റ് അങ്ങോട്ടല്ല പോയത്, ബീച്ച് ഉള്ള ആ ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ വൈകുന്നേരം സ്പെഷ്യലായിട്ടുള്ളതാണ് ടിക്കാസ്, ചിക്കൻ ടിക്ക. അത് നമ്മുടെ ബീച്ചിൻ്റെ അവിടെ നിന്ന് ബീച്ചിൻ്റെ ആ സ്ഥലത്ത് നിന്ന് തന്നെ ഓട്ടോ സ്റ്റാൻഡ് കൂടിയുണ്ട്. അവിടെ നിന്ന് ഓട്ടോ പിടിച്ചിട്ട് ഇതുപോലെ ചിക്കൻ ടിക്കാസ് ഇതൊക്കെ കിട്ടുന്ന സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ഓട്ടോക്കാരോട് പറഞ്ഞാൽ മതി. അവരവിടെയുള്ള ആളുകളാണ്, അവർക്കറിയാമല്ലോ എക്സാക്റ്റ് സ്ഥലങ്ങളൊക്കെ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു റോഡിൻ്റെ ഫുൾ ഏരിയ ഈ അറ്റത്ത് ആ ടൈമിൽ ടിക്ക ഷോപ്സാണ്, ചിക്കൻ ടിക്കയുടെ ഷോപ്സാണ്. അത് ഒരുപാട് ഷോപ്സ് ഉണ്ട്, എല്ലാം പല പല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാനവിടെ നമ്മൾ ആ ഒരു ഏരിയയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആദ്യം കാണുന്ന ഷോപ്പിലാണ് ഞാൻ കയറിയത്. റൈറ്റ് സൈഡിലായിട്ട് ഇങ്ങനത്തെ ഒരു ഏരിയ ഉണ്ട്, അത് ഫുൾ ഇങ്ങനത്തെ ഷോപ്പാണ്. അതിൻ്റെ ഫസ്റ്റ് ഷോപ്പിലാണ് ഞങ്ങൾ പോയത്. അവിടെ നമ്മൾ റാപ്പിൽ പൊറോട്ടയ്ക്കകത്താണ് ഈ ചിക്കൻ ടിക്ക റാപ്പ് ചെയ്ത് തന്നെ. അത് നല്ല ചെറിയ 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 ഷോപ്സാണ് കേട്ടോ, ഒരുപാട് ഷോപ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞു വെച്ചാൽ ഫസ്റ്റ് ഷോപ്പിലാണ് ഞങ്ങൾ കയറിയെന്ന് പറഞ്ഞല്ലോ. അതിനകത്ത് നമ്മൾ ചിക്കൻ ടിക്ക ചെറിയ ചെറിയ പീസസ് നന്നായിട്ട് ഫ്രൈ ആക്കിയത്, അത് നല്ല മസാലയൊക്കെ ഇട്ട് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ടിക്കാസിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. അതിനകത്ത് കുറച്ച് സോസ്, അതുപോലെ പുതിന ചട്നി അതെല്ലാം വെച്ച്, സവാള, നമ്മുടെ കുക്കുംബർ സ്ലൈസ് ഇതെല്ലാം വെച്ച് പൊറോട്ടയ്ക്കകത്ത് റോൾ ചെയ്ത് തരുന്ന ഒരു നല്ലൊരു എന്താ പറയുക സാൻഡ്വിച്ചസാണ് അവിടെ കൂടുതൽ കിട്ടുന്നത്. ഈ പറഞ്ഞ പോലെ ചിക്കൻ ടിക്ക ഷോപ്സാണ്, അതെല്ലാം റോൾ ചെയ്യുന്നത് സാൻഡ്വിച്ചസിലാണ്. അങ്ങനെ അത് കഴിച്ചു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു ആ ഫുഡ് കേട്ടോ. അത് കഴിച്ചിട്ട് പിന്നെ തിരിച്ച് റൂമിലേക്ക് പോന്നു, കാരണം പാക്ക് ചെയ്യാൻ ടൈമായി. നമുക്ക് ട്രെയിൻ 10 മണിക്കുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പാക്ക് ചെയ്ത് തിരിച്ച് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക്. സങ്കടമാണ്, തിരിച്ച് പോരുമ്പോൾ സങ്കടമാണ് കേട്ടോ. എന്നാലും പിന്നെ അടുത്ത ട്രിപ്പ് പോകാമല്ലോ എന്നുള്ള പ്രതീക്ഷകളോടെയാണല്ലോ നമ്മൾ തിരിച്ച് ഓരോ ട്രിപ്പും വൈൻഡ് അപ്പ് ചെയ്ത് വരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രെയിനിലൊക്കെ കയറി നല്ല യാത്രയായിരുന്നു. തിരിച്ച് നമ്മളെപ്പോഴും ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് ട്രിപ്പ് പോകുമ്പോൾ അങ്ങോട്ട് പോകുന്ന അത്രയും സന്തോഷം ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടാവില്ല. ആ ട്രിപ്പ് കഴിഞ്ഞു പോയല്ലോ എന്നൊരു സങ്കടം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. എന്നാലും അടുത്ത ട്രിപ്പിന് എന്താണെങ്കിലും വീണ്ടും എൻജോയ് ചെയ്യാലോ എന്നുള്ള പ്രതീക്ഷയിൽ തിരിച്ചിങ്ങോട്ടേക്ക് തൃശ്ശൂർക്ക് പോന്നു. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കോയമ്പത്തൂർ ട്രിപ്പിൻ്റെ വിവരണം? എല്ലാവർക്കും ഇഷ്ടമായോ? ഞാനിങ്ങനെ അങ്ങനത്തെ ഒരു വിവരണം ഞാനിങ്ങനെ പറയുമ്പോഴേ ഞാൻ വീണ്ടും ആ ഭാഗത്തൂടി ആ സ്ഥലത്തൂടി എല്ലാം ട്രാവൽ ചെയ്യുന്നൊരു ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും അത് ഭയങ്കര ഒരു സന്തോഷം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു ട്രിപ്പായിരുന്നു ഞങ്ങളുടെ കോയമ്പത്തൂർ. നന്നായിട്ട് എൻജോയ് ചെയ്തു. നല്ല ഭക്ഷണവും എല്ലാം നല്ലതായിരുന്നു, താമസ സൗകര്യവും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പേഴ്സണലി കോയമ്പത്തൂർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഞങ്ങൾ പിന്നെ പോയത് കൊടൈക്കനാലാണ്. അത് വേറൊരു ദിവസത്തെ യാത്രാ വിവരണത്തിൽ പറയാം. ഇനി അടുത്തൊരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പാടശേഖരത്തിനെയാണ്. ഞങ്ങളുടെ വീടിൻ്റെ ഞാൻ താമസിക്കുന്നത് പോട്ടൂരാണ്, തൃശ്ശൂർ. അപ്പോൾ ഇതൊരു സിറ്റിയൊന്നും അല്ല, ഇത് കുറച്ച് ഉള്ളിലേക്കാണ്. അപ്പോൾ നമ്മുടെ വടക്കുംനാഥൻ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് 7 കിലോമീറ്റർ ഉണ്ട്. പക്ഷെ നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമാണ്. തൃശ്ശൂർ സ്വതവേ എല്ലാം നല്ല ഭംഗിയാണ്. എവിടെയാണ് ഭംഗിയില്ല, അതെല്ലാ സ്ഥലങ്ങൾക്കും അതിൻ്റെതായ ഭംഗിയുണ്ട് ഇല്ലേ. ഇവിടെ കുറച്ച് ഗ്രാമവും അതിൻ്റെതായ നല്ല ഭംഗിയും പാടവും വയലും കൃഷിയും എല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ വില്ലേജ് തൊട്ട് ബാക്കിൽ ഏക്കേഴ്സ് ഓഫ് ലാൻഡ് ഇതാണ്, പാടമാണ്. അപ്പോൾ ഇപ്പോൾ പാടമെല്ലാം ഒന്ന് ട്രാക്ടർ വെച്ച് നുഴുത് റെഡിയാക്കി ഇട്ടേക്കുവാണ്. എന്താണെന്നറിയോ, പുതിയ ഞാറ് നടാനായിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ ഞങ്ങളുടെ ബാക്ക് സൈഡിലെ പാടത്തിൻ്റെയാണ്. പാക്ക് കണ്ടെന്ന് പറഞ്ഞാൽ അറിയുമോ? പാക്ക് കണ്ടെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ കൃഷി ചെയ്യാനായിട്ട് മീൻസ് ചെറിയ ചെറിയ നെല്ലിങ്ങനെ വിതറിയിട്ട് അത് ഒരു ഏരിയ ഫുള്ള് ഒരു എന്താ പറയുക, ഒരു 10 സെൻറ്റ് സ്ഥലത്തോളം ഇങ്ങനെ വിതറി അതിൽ ചെറിയ 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 നെൽമണികൾ ഇങ്ങനെ വിളഞ്ഞു വന്നേക്കുക. ഇനി അത് പറിച്ചിട്ട് വേണം ഓരോ പാടത്തേക്കും ഇങ്ങനെ ഓരോന്നോരോന്നോരോ ഞാറ് നടാനായിട്ട്. പക്ഷെ നടുമ്പോൾ ഒരു ഗ്യാപ്പിട്ടാണ് നടുന്നത്. പക്ഷേ ഈ പാക്ക് കണ്ടത്തിൽ അങ്ങനെയല്ല, ഗ്യാപ്പിട്ടല്ല, ഒരു ബഞ്ച് ഓഫ് തിക്കി നിറഞ്ഞിങ്ങനെ ഒരിങ്ങനെ അരിമണികളിട്ട് അതിട്ടിട്ട് അത് ചെറിയ ചെറിയ നെല്ല് മീൻസ് ചെറിയ ചെറിയ ചെടികളായിട്ട് വന്നേക്കോളും. ഇനി അത് വേണം പറിച്ചിങ്ങോട്ടേക്ക് മാറ്റി നടാനായിട്ട്. അപ്പോൾ ആ കാഴ്ചകളെല്ലാം വിശദമായിട്ട് എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം സന്ധ്യ.